ഹായ് ഗായ്സ്, ഇന്ന് കർക്കിടക വാവ് ആണ്. അപ്പോൾ ബലിയൊക്കെ ഇട്ടിട്ട് വന്ന് കാക്കയ്ക്ക് ചോറ് കൊടുക്കാനായിട്ട് ഇവിടെ സദ്യ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സദ്യ കാര്യങ്ങളെല്ലാം കാക്കയ്ക്ക് വെച്ച് കൊടുത്തതിന് ശേഷം വീട്ടിൽ നമ്മളെല്ലാം ഊണ് കഴിക്കുന്നതാണ് ഞാൻ വീഡിയോയിൽ ക്യാപ്ചർ ചെയ്തിട്ടുള്ളത്. ഭവിയെ സംബന്ധിച്ച് ഭവിയുടെ ആദ്യത്തെ സദ്യ കഴിപ്പാണിത്. ആൾ കല്യാണത്തിന് പോയിട്ട് കഴിച്ചിട്ടുണ്ട്, ബട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ എടുത്ത് കഴിക്കുന്ന ആദ്യമായിട്ടാണ്. കല്യാണത്തിന് പോയപ്പോൾ പോലും അവരുടെ പാരൻസാണ് അവൾക്ക് കൊടുത്തിരുന്നത്. ബട്ട് ഇപ്പോൾ അവൾ ഒറ്റയ്ക്ക് കഴിക്കുന്ന കാണാൻ നല്ല ഫണ്ണി ആയിട്ടുണ്ട്. ഞാൻ വീഡിയോ ഫുള്ളും ക്യാപ്ചർ ചെയ്തിട്ടുള്ളത്. പിന്നെ എന്താ പറയുക, ഒരാളിവിടെ മിസ്സിങ് ആണ്, എൻ്റെ ബ്രദർ. അപ്പോൾ എൻ്റെ ബ്രദറിന് ജോബ് ഉണ്ടായിരുന്നു. സോ ആൾക്ക് ഉച്ചയ്ക്ക് വരാൻ പറ്റില്ല. സോ ആൾക്കിത് കാണാൻ പറ്റിയില്ല. എന്നാലും വീഡിയോ കാണിച്ചു കൊടുക്കുമ്പോൾ റിയാക്ഷൻ എന്താകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നല്ല ചിരിക്കും, പൊട്ടിച്ചിരിക്കും, ഉറപ്പാണ്. ഇത് കണ്ട് ആരാണ് പൊട്ടിച്ചിരിക്കാത്തത്? അത്രയ്ക്ക് കോമഡിയായിരുന്നു. ഒരു പപ്പടം എടുത്ത് വെച്ചിട്ട് അവൾ കാണിക്കുന്നത് കണ്ടാൽ നമ്മൾ അയ്യോ എന്താ പറയുക, നമ്മളും ഇങ്ങനെയൊക്കെ ആണല്ലോ വലുതായി വന്നതെന്ന് ഇവളിങ്ങനെ ഓരോന്ന് കാണിക്കുമ്പോഴേ അറിയുന്നത്. കാരണം എൻ്റെ വീട്ടിൽ തന്നെ, എൻ്റെ ഫാമിലിയിൽ തന്നെ ഏറ്റവും ലാസ്റ്റ് ബേബി ആയിരുന്നു ഞാൻ. സോ ഞാനിങ്ങനെ കുഞ്ഞുങ്ങളൊന്നും കണ്ടിട്ടില്ല. അപ്പം ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് അവളുടേതാണ്. ഭവിയുടെ ഗ്രോത്ത് വെച്ചിട്ടാണ് ഒരു കുഞ്ഞുങ്ങൾ എങ്ങനെയാണെന്നൊക്കെ ഞാൻ അറിയുന്നത് പോലും. കാരണം എനിക്ക് ഇളയതായിട്ട് ആരുമില്ല. അപ്പോൾ എനിക്കിവിടെ ഉള്ളതെല്ലാം മൂത്ത ആൾക്കാരാണ്, ചേട്ടും ചേച്ചിമാരൊക്കെയാണ്. സോ ഞാൻ ചിൽഡ്രൻസുമായിട്ട് ഞാൻ അത്ര ഇടപഴകിയിട്ടില്ല. ബട്ട് ഭവിയുമായിട്ട് ഇടപഴകുമ്പോൾ ആദ്യമൊക്കെ ഭവി എടുക്കുമ്പോൾ പേടിയായിരുന്നു. കുഞ്ഞുങ്ങളെ എടുക്കാൻ അറിയത്തില്ല. ഇപ്പോൾ ഞാൻ അവളെ എടുത്തുകൊണ്ട് നടക്കുന്നു, അവൾക്ക് ഫുഡ് കൊടുക്കുന്നു, അവളെ എടുത്തുകൊണ്ട് നടക്കുന്നു, അവൾ പാട്ടുപാടി ഉറക്കുന്നു, അവളോട് റീലെടുക്കുന്നു, ഫുൾ ടൈം അവളൂടെയാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ കണ്ട് ഭയങ്കര ഹാപ്പിയാണ്. താങ്ക്സ് ടു മൈ സിസ്റ്റർ ഷർണിയ. ബിക്കോസ് എനിക്ക് ഇങ്ങനെയൊക്കെ ഒരു മൊമെൻറ്റ്സ് തന്നതിൽ. കാരണം അവർക്കൊക്കെ എൻ്റെ ചൈൽഡ്ഹുഡിൽ കണ്ടവർക്കറിയാം എങ്ങനെയാണ് ഒരു കുട്ടിയുടെ വളർച്ച. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും അറിയത്തില്ല. അപ്പോൾ ഭവിയിലൂടെ ഒരു കുഞ്ഞു പ്രായത്തിലുള്ള കളിയും കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നത് ഭവിയിലൂടെയാണ്. അപ്പോൾ അതൊക്കെ കണ്ടാണ് ഞാനിങ്ങനെ കുഞ്ഞു കാര്യങ്ങൾ ഞാനിങ്ങനെ ക്യാപ്ചർ ചെയ്തെടുത്ത് യൂട്യൂബിലൊരു മെമ്മറി ആയിട്ട് ഇടുന്നത്. പിന്നെ എല്ലാവരും സദ്യയൊക്കെ കഴിച്ചോ? പിന്നെ പറയേണ്ടത്, എനിക്ക് പിന്നെ ഒന്നും പറയാനില്ല. അടുത്ത ഓണത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതുപോലെ കുസൃതി കാണാമല്ലോ, ഓണസദ്യ കഴിക്കുന്നതും ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വലിയ എലാബറേറ്റ് ചെയ്ത് കാണിക്കാനായിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വീഡിയോ ആയിട്ട് സംസാരിക്കാനും വലിയ കാര്യങ്ങളൊന്നുമില്ല. ബട്ട് എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതൊക്കെ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് നടക്കുന്ന കാര്യങ്ങളാണ്. ഒരു കുഞ്ഞു കുട്ടിയുടെ വളർച്ച കാണുന്നത്, കുഞ്ഞു കുട്ടികളുടെ നോട്ടിയൊക്കെ കാണുന്നത്. ഞാൻ ആദ്യമായിട്ട് ഇത്രയും ക്യൂട്ടായിട്ടുള്ള ബേബീസിൻ്റെ ഇത്രയും പ്രവർത്തികളൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ അല്ലാണ്ട് ഫിലിമിലൊക്കെ കണ്ടിട്ടുള്ളൂ, റിയൽ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സോ എനിക്ക് ഇതൊക്കെ ക്യാപ്ചർ ചെയ്യുമ്പോൾ എനിക്ക് മൊമെൻറ്റ്സ് എപ്പോഴും കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് എനിക്കിത്ര ഹാപ്പിനെസ് കാരണം എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും താങ്ക് യു. ആൻഡ് എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുക. ഓക്കെ, ഇപ്പോൾ എല്ലായിടത്തും മഴയൊക്കെയാണ്. അപ്പോൾ മഴയൊക്കെ നനയാണ്ട് സേഫായിട്ടൊക്കെ ഇരിക്കുക. എൻ്റെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവർ സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഇന്നെടുത്ത ഫോട്ടോസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.